അമ്മയും മാതാവിനും യേശുതമ്പുരാനും സ്തോത്രം. എൻ്റെ പേര് മെറീന. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്, കോന്നിയിൽ നിന്ന്. ഞാൻ 2016 നേഴ്സിംഗ് ഡിസ്റ്റിങ്ഷനിലൂടെ പാസ്സായതാണ്. ഇപ്പം 8 കൊല്ലമായി. അന്ന് തൊട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയി ഇതാവാൻ വേണ്ടിയിട്ട് കിടന്ന് പരിശ്രമിക്കുമായിരുന്നു. പല പല തടസ്സങ്ങളായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഒരു കുരുക്കിപ്പെട്ട് കിടന്നെങ്കിൽ ഇതാവുന്ന പോലെയായിരുന്നു. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് പകുതി പ്രോസസ്സിങ് ചെയ്തിട്ട് ടഫുള്ള ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ആ സ്ട്രെസ്സിൽ ഞാൻ ജോലി വിടാതെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ദുബൈയുടെ DHA എക്സാമിൻ്റെ ഇരുന്ന് പഠിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് കോവിഡ് കൂടിയിട്ട് ഫ്ലൈറ്റ് ലോക്കായി. 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, ഫ്ലൈറ്റ് ലോക്ക്. അപ്പോൾ ഇതിന് 6 മന്തേ വാലിഡിറ്റി ഉള്ളൂ. ഈ 6 മന്തിനുള്ളിൽ നമ്മൾ അവിടെ ചെന്ന് ലൈസൻസ് ഇഷ്യൂ ആയില്ലെങ്കിൽ ഇതിനൊരു ഇതും ഇല്ലാതാവും. അങ്ങനെ ഓൾറെഡി 3 മന്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയും പോകാമെന്ന് വെച്ചിട്ട് കോവിഡിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നപ്പം അതിലെനിക്ക് DHA കൂടെ ഉള്ളതുകൊണ്ട് അവരെന്നെ എടുത്തു. അങ്ങനെ ഞാൻ അതിൽ പോയി. പക്ഷേ അതിൽ അവരടിക്കുന്നത് വെറും ടെമ്പററി വിസയാണ്. അതിൽ നമ്മുടെ ലൈസൻസ് ഇതാവത്തില്ല. പിന്നെ അവിടെ ചെന്ന് എനിക്ക് വേറെയും കുറേ ഇഷ്യൂസായിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് വലിയ ആഗ്രഹത്തോട് പോയിട്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. കരഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത്. അതിലെൻ്റെ അപ്പ, അമ്മ, അപ്പച്ചൻ, അമ്മച്ചി, ബ്രദറ്, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് എൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. അപ്പം തന്നെ എനിക്ക് ഗ്യാപ്പായി. പിന്നെ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷത്തെ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരിടത്ത് എക്സ്പീരിയൻസിന് കയറി. അവിടെ നിന്നുകൊണ്ട് ഞാൻ OETയിലേക്ക് തിരിയാമെന്ന് പറഞ്ഞിട്ട് OET പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയസ്സിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഒരു സൈഡിലുണ്ട്. എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ അതിലൊത്തിരി ബലിയാടായിട്ടുണ്ട്. നാട്ടുകാരുടെ ചോദ്യം, ഞാൻ തിരിച്ചു വന്നു, കല്യാണം കഴിപ്പിക്കുന്നില്ല, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ മനസ്സിലാക്കി അവരെൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇറങ്ങി വീട്ടിൽ ചെന്ന് ഓൺലൈനിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ക്ലാസ് ഓൺലൈനിൽ പഠിത്തം തുടങ്ങി. അങ്ങനെ നവംബർ 11 എനിക്ക് എക്സാം ആയിരുന്നു. ഞാൻ എക്സാമിന് പ്രാർത്ഥിച്ച് പോയി. ഇതിനിടയിൽ ഞാൻ രാത്രി ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങാതിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ പഠിച്ച് രാത്രിയിൽ ഒരുപാട് എത്ര ലേറ്റായിട്ട് കിടന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയും ജപമാല ഞാൻ മുടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു രാത്രി 12 മണിക്ക് ശേഷം ഞാനിരുന്നിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മാതാവിൻ്റെ സ്റ്റാൻഡുള്ള ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് തിരിവെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പം ആ ഫോട്ടോ എനിക്ക് 3D പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അല്ല, 3D പോലെ മാതാവിൻ്റെ ഫോട്ടോ മാറിക്കൊണ്ടിരിക്കുക. ഈ മാതാവിൻ്റെ ഫോട്ടോയും മറ്റേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ആ മാതാവിൻ്റെ ഫോട്ടോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അമ്മയോട് മാത്രം പറഞ്ഞു, മമ്മി എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനൊരു ദർശനം ഉണ്ടായി. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചു, എല്ലാം മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 11 ഞാൻ എക്സാം എഴുതാൻ പോയി. ആ മാസം തന്നെ 27 ഞാൻ ഡയറക്റ്റ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ വന്ന് ഞാൻ എൻട്രൻസിൽ വന്ന ഉടനെയാണ് ഞാൻ ആ മാതാവിൻ്റെ ഇത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ മാതാവിനെയാണല്ലോ അന്ന് രാത്രി ഞാൻ കണ്ടതെന്ന്. അങ്ങനെ ഞാനിവിടെ നിന്ന് ഉപവാസം എടുത്ത് വന്ന് ഞാനിവിടെ നേരിട്ട് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ റിസൾട്ട് അനൗൺസായി. എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഉടമ്പടി എല്ലാം എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ആ നടയിൽ ചെന്നിട്ട് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തു. ഞാൻ പാസ്സായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ OET എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. അന്ന് തൊട്ട് മാതാവ് എന്നെ ഒരു ദിവസം പോലും ഡിലേ വരാതെ എൻ്റെ പ്രോസസ്സിങ് വേഗം നടത്തി തന്നു. എന്നെക്കാട്ടി 3-4 മാസം മുമ്പേ കൊടുത്തവർ ഓരോ സ്റ്റെപ്പായിട്ട് അവിടോട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. അവരുടെ എല്ലാം നിൽക്കുമ്പോഴും എൻ്റെ ഒരു ഡിലേ പോലും ഇല്ലാതെ വേഗം നടത്തി. മൈന്യൂട്ട് കാര്യം പോലും ഞാനിപ്പോൾ ബാങ്കിലൊക്കെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ചെന്നാലും അവിടെ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഞാൻ അന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലും. ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ കാശ് രൂപ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അവിടെ വിശ്വാസം അത് എത്ര അവർ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അവിടെ ഇരുന്ന് അപ്പം തന്നെ അത് നടക്കും. അങ്ങനെ ഒരു ദിവസം പോലും ഡിലേ വന്നിട്ടില്ല. അങ്ങനെ അന്നോട്ട് അത്ഭുതകരമായിട്ട് നടത്തി. സാമ്പത്തികമായിട്ടാണേലും എല്ലാം
മാതാവ് യേശുതമ്പുരാനോട് മധ്യസ്ഥം വഹിച്ച് നടത്തി തന്നു. അതിനിടയിൽ എനിക്ക് വേറൊരു എക്സാം ഉണ്ടായിരുന്നു, ന്യൂസിലൻഡിൻ്റെ. നേരത്തെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു ന്യൂസിലൻഡിൽ. അതിപ്പോൾ റീസെൻ്റായിട്ട് ചേഞ്ച് ചെയ്ത് എക്സാം ആക്കി, തിയറി ഇവിടെയും പ്രാക്ടിക്കൽ അവിടെയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടായിരുന്നു. ചെന്നൈ വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ആ എക്സാമിന് പോയപ്പോഴും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ്, ഈ കാശ് രൂപ ഇതിരുണ്ട പോലെ ഓരോ ക്വസ്റ്റ്യൻ കഴിയും തോറും ഞാൻ മാതാവേ കാത്തോണേ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തത്. 180 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ എക്സാം ഞാൻ പാസ്സായി. അങ്ങനെ ഇപ്പം മാതാവിൻ്റെയും യേശുതമ്പുരാൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ വിസ വന്നു. ഞാൻ ഈ സൺഡേ പോവാണ്. ഞാൻ നവംബർ 11 എക്സാം എഴുതിയത്. ആദ്യമായിട്ട് എക്സാം എഴുതിയ അന്നാണ്. ഈ നവംബർ 11 ആയപ്പോൾ ഞാൻ അന്ന് ഫ്ലൈറ്റിലാണ്. ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നു. തടസ്സമായിട്ട് കിടന്നതാണ് എൻ്റെ ഒരു കാര്യം. ഇത് ഇത്രയും വലിയൊരു വഴി എനിക്ക് തുറന്നു തന്നു. ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ജോലി. ഇപ്പോൾ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്, ജോലിക്കൊക്കെ പ്രശ്നങ്ങളാണ്. പലരും എൻ്റെ പലയിടത്തുനിന്നും പറയുന്നുണ്ട്, പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ പലരും എന്നോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയില്ല. എൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളും എൻ്റെ അമ്മയും മാതാവ് യേശുതമ്പുരാൻ നടത്തി തന്നോളൂ. എനിക്കതിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. ഞാൻ ജോലി കിട്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ സാക്ഷ്യം പറയും. പിന്നെ ഈ ഒരു അനുഗ്രഹം കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ്. എൻ്റെ ആങ്ങളയുടെ പേര് ജാക്സൺ എന്നാണ്. അവൻ ദുബൈയിൽ 9 മാസത്തോളം വിസിറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവനൊരു ജോലി കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ UAയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ അവന് കിട്ടണമെന്ന്. അങ്ങനെ അവൻ ദുബൈയുടെ ലൈസൻസ് എടുക്കാൻ പോയി. അവിടെ ചെന്ന് അവൻ്റെ കൂടെ നിന്നവരൊക്കെ 3-4 തവണ ഫെയിലായിട്ട് വന്നവരാണ്. അവൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടി UAയുടെ. അത് കഴിഞ്ഞിട്ട് അവനൊരു ഉയർന്ന ശമ്പളത്തിൽ വേറൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവന് ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു കമ്പനിയിൽ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് അവനിപ്പോൾ ജോലിയായി. അവൻ തന്നെ എന്നോട് പറയാറുണ്ട്, എന്ത് അതിശയമാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല, അവിടെ 7-8 വർഷമായവർക്ക് ആ കമ്പനി ജോലി കിട്ടുന്നത്. അവൻ അവിടെ 2.5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അതിലാണ് അവന് ജോലി കിട്ടിയത്. അവൻ ഈ തവണ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് അവന് പ്രൊമോഷൻ കിട്ടിയത്. പിന്നെ ഞാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നു. അത് ഞാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഈയിടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ചേഞ്ച് വന്ന് ഒട്ടും കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നത്. അതിലെനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടി. പിന്നെ എനിക്ക് സ്കിന്നിൻ്റെ അലർജി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ പൊടി അങ്ങനത്തെയൊക്കെ അലർജിയാണ്. പ്രത്യേകിച്ച് ഈ വേർക്കുന്ന സ്ഥലങ്ങൾ, ഇടകൾ, കക്ഷം അങ്ങനെയുള്ളിടത്തൊക്കെ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. അത് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിലെനിക്ക് ഒത്തിരി സൗഖ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത്. പിന്നെ ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് പത്രം മുടങ്ങാതെ വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും എൻ്റെ അടുത്ത പരിസരങ്ങളിലും എല്ലാം ഞാൻ വീട്ടിൽ പോയി മാതാവിൻ്റെ കാര്യങ്ങളും അത്ഭുതങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഇവിടുത്തെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ കുറേ പേരെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുന്നവരെ ഡയറക്റ്റ് വന്ന് എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ദൂരദേശത്തിരിക്കുന്നവർക്ക് ഞാൻ ഓൺലൈൻ ലിങ്കും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്ത് അവരെയും കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രായമായവരെയൊക്കെ വീട്ടിൽ പോയി കാണുമായിരുന്നു. അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. രോഗികളായവരെ പോയി കണ്ട് ഞാൻ തൈലമൊക്കെ തൂത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർ, അങ്ങനെ വേണ്ടവർക്ക്, ആനിമൽ റെസ്ക്യൂ, ഇങ്ങനെവർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ ഒരു വർഷക്കാലം എനിക്ക് ജോലിയില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പല സഹായങ്ങൾ ചെയ്ത് ഒരിക്കലും മാതാവ് എനിക്ക് മുട്ടുവരുത്തിയിട്ടില്ല. സത്യമായിട്ടും പറയുക, എൻ്റെ അക്കൗണ്ട് ഒരിക്കലും കാലിയാവാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെ എനിക്ക് വീണ്ടും ചെയ്യാനുള്ളത് മാതാവ് അനുഗ്രഹിച്ച് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയൊക്കെയാണ്. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നതിന് അമ്മയും മാതാവിനും യേശുതമ്പുരാനും കോടാനുകോടി നന്ദി, സ്തോത്രം.